ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിനിമ റിവ്യൂ ആയിട്ടല്ല. ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയ കണ്ടു. അതിൻ്റെ വിവരങ്ങളുമായിട്ടാണ്. ഇന്നലെ ഞാൻ വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നുള്ളൊരു ന്യൂസ് കണ്ടു. പെട്ടെന്നൊന്ന് ഞെട്ടി. പിന്നെ വിചാരിച്ച ഗോസിപ്പായിരിക്കും. കാരണം ഇന്ന് സിനിമാ മേഖലയിലുള്ള ഓരോരുത്തരെ കുറിച്ച് ഓരോ ദിവസവും നിരവധി ഗോസിപ്പുകൾ നമ്മൾ കേൾക്കാറുണ്ട്. മറുനാടൻ മലയാളിയുടെ ഒരു ന്യൂസ് ചാനലിൽ ന്യൂസ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് നോക്കി. അപ്പോൾ അവർ തെളിവ് സഹിതമാണ് ആ ഒരു ന്യൂസ് പുറത്ത് വിട്ടിരിക്കുന്നത്. മമ്മൂട്ടിക്ക് കോളൻ ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നാണ് ആ ന്യൂസിൽ പറയുന്നത്. നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് കാണാം. നമസ്കാരം. 73-ാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന 100 കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു, മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു, അവധിയെടുത്തിരിക്കുന്നു. മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് 1 മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി. അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാവുന്നത് വരുൺ ആർ എന്ന പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനൊരു ട്വീറ്റ് ചെയ്തു. ഷൂട്ടിംഗ് പോസ്റ്റ്പോൺഡ് as Mammootty is not keeping well. He is diagnosed with serious illness. Dulquer also has taken a break from the schedule of I'm Gay, praying for a fast recovery of Mammootty. വരുണിന്റെ ഈ ട്വീറ്റ് പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. നിരവധി ആളുകൾ സംശയങ്ങൾ, വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർദേത് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ എനി ലെജിറ്റിമേറ്റ് സ്കോപ്പ്. ഇപ്പോൾ വരുൺ മറുപടി ഇട്ടിരിക്കുന്നു, കോളൻ ക്യാൻസർ, പ്ലാനിംഗ് ടു ഗോ ടു US ഫോർ ട്രീറ്റ്മെന്റ് നൗ ഇൻ അപ്പോളോ ചെന്നൈ. കുടലിന് ക്യാൻസർ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ്. ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ്, മഹേഷ് നാരായണൻ പടം ഇക്കായ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ്പോൺ ചെയ്തു എന്നുമൊക്കെയുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ. പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു. ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ്. വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു? ക്യാൻസർ ബാധിതനാണോ? ഷൂട്ടിംഗ് മുഴുവൻ നിർത്തിവെച്ചിട്ടുണ്ടോ? ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ? വിശദമായി തന്നെ വിഷയത്തെക്കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ്. കഴിഞ്ഞ കുറെ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദ്ദിക്കുമായിരുന്നു. ഈ ഛർദ്ദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ് അമൃതയിൽ കാണിച്ചതാണ്. അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ്. പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി. കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. അത് ഗൗരവമായ ഒരു സ്റ്റേജിലെ അല്ല, 1ാമത്തെ സ്റ്റേജാണ്. തുടർന്ന് ചെന്നൈ അപ്പോളോയിലേക്ക് മാറ്റുകയായിരുന്നു. മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളോയിലെ ഡോക്ടറാണ്. അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട്. വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത്. അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പരന്നത്. വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി. ബയോപ്സിക്ക് അയച്ചു, അതും സ്ഥിരീകരിച്ചു. തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും. ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത്. മറ്റ് കീമോ അടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല. ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല. ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു. ചെന്നൈ അപ്പോളോയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി. മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും വാപ്പച്ചിയാണ് ദുൽഖറിനല്ല. അതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ ദുൽഖറും എത്തി. അങ്ങനെ കുടുംബസമേതം അവർ മമ്മൂട്ടിയെ ആശുപത്രിയിൽ കാണിക്കുന്ന ഒരു കുഴപ്പവുമില്ല. ഈ ദിവസങ്ങളിൽ റേഡിയേഷൻ ആരംഭിക്കുമെന്നും ഏപ്രിൽ 2ാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിംഗിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചു. അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ഇപ്പോൾ കുഞ്ചാക്ക അടക്കമുള്ളവരുടെ സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി ഏപ്രിൽ പകുതിയാകുമ്പോഴേക്കും വരും. ഈ പറയുന്നതൊക്കെ ഊഹാപോഹങ്ങളാണ്, അങ്ങനെയൊന്നുമില്ല. മമ്മൂട്ടി ഏതാണ്ട് പൂർണ്ണാരോഗ്യവാൻ തന്നെയാണ്. എന്നാൽ ചില രോഗങ്ങളുണ്ട്, അത് കണ്ടെത്തി അവയ്ക്ക് ശേഷം തിരിച്ചു വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത്. അതേസമയം മഹേഷ് നാരായണൻ എടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട്.
ബ്രിട്ടനിലുള്ള 2 പേരാണ് സിനിമയ്ക്ക് പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത്. അവരുടെ ഫണ്ടിങ് സോഴ്സിനെ കുറിച്ചൊക്കെ പരാതികൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. കൃത്യമായി ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റു ചില നിർമ്മാതാക്കളെ കണ്ടെത്തുന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു. മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിംഗിൽ തടസ്സമുണ്ടായാൽ അതിന് കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യമല്ല, നേരെ മറിച്ച് സിനിമയിൽ ഫണ്ട് ചെയ്യുന്നവരുടെ പ്രശ്നമാണ് എന്നാണ് ആ സിനിമയുമായി ബന്ധമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്. എന്തായാലും മമ്മൂട്ടി രോഗബാധിതനാണ് എന്നത് സത്യം. അപ്പോൾ ഇതാണ് മറുനാടൻ മലയാളികളെ പുറത്തു വന്നിരിക്കുന്ന ന്യൂസ്. കുറച്ച് നാളായി മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒക്കെ സിനിമയിൽ നിന്ന് ഇന്റർവെല്ലെടുത്ത് മാറി നിൽക്കുകയാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ആരംഭഘട്ടമായതുകൊണ്ടാണ് അവർ ആ ബ്രേക്ക് എടുത്തതെന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിലുള്ള വരുൺ എന്ന വ്യക്തി ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അതിലെഴുതിയിരിക്കുന്നത് മമ്മൂട്ടിക്ക് കോളൻ ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയുടെ ഹെൽത്ത് ശരിയല്ല, അതുകൊണ്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ചൊല്ലിയാണ് ഈ തർക്കങ്ങളും ഈ ചർച്ചകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. ഇനി ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ചെറിയൊരു ട്രീറ്റ്മെൻറ്റോട് കൂടി, അതായത് റേഡിയേഷൻ കൊണ്ട് തന്നെ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ക്യാൻസർ മാറുമെന്നതാണ്. അദ്ദേഹത്തിന് ഈ പറയത്തക്ക സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു റേഡിയേഷൻ കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പഴയ സിനിമാ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും, ആരോഗ്യത്തോടെ തുടർന്നും ജീവിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ. നമ്മുടെയൊക്കെ അറിവിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ് മമ്മൂക്ക. എന്തായാലും രോഗമൊക്കെ ഭേദമായി 10 മടങ്ങ് ശക്തിയോടെ വീണ്ടും സിനിമാ ലൈഫിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പോൾ പുതിയ വീഡിയോയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.